എന്താ അവിടെ ഇരിക്കുന്നേ? അമ്മ പ്ലേറ്റ് എടുക്ക്. ഹലോ, വാട്ട്സ് യുവർ നെയിം? വിൽക്കാൻ വന്നിരിക്കുക. കാലമായിട്ട് നാട്ടില് കാണാറില്ല. ഇവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് രണ്ട് ആയുർവേദ ഡോക്ടേഴ്സും ഒരു ഇംഗ്ലീഷ് ഡോക്ടറുമാണ്. മോളുടെ ഒക്കെ യൂട്യൂബ് ചാനൽ നല്ല ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു. ഭയങ്കര സർപ്രൈസ് ആയല്ലേ ഉഷ ഇവിടെ വെച്ച് കണ്ടത്. കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. കണ്ണ് കാണുന്നില്ല. ഇത് ചിക്കൻ, ഇത് ബേക്ക്ഡ് ബീൻസ് ആണ്, പിന്നെ അത് നൂഡിൽസ് വിത്ത് വെജിറ്റബിൾസ്, പിന്നെ പോഹ. ഹായ് പോഹ, പൊക്ക് ഇത് പൊക്ക്. ദേ ഹായ്, സമാധാനമായില്ലേ? പറ്റിയ സാധനമാണ്. നമുക്ക് തോന്നുന്നു ഇന്ത്യൻസ് കൂടുതൽ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ വെച്ചത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നീ അവിടെ പോയി നോക്കിക്കോളൂ. കുറച്ചെടുത്തുള്ളൂ, രണ്ടാമത് വീണ്ടും എടുത്താൽ മതി. എന്തൊക്കെയാ? നൂഡിൽസ്, ഫ്രഞ്ച് ഫ്രൈസ്, എന്താ സാധനം എനിക്കറിയില്ല, ഞാൻ വെറുതെ എടുത്തതാണ്. ഇത് സാലഡ്. രമേശിന്ന് എന്തൊക്കെയാണ് എടുത്തത്? ബ്രെഡൊക്കെയാണല്ലോ എടുത്തിരിക്കുന്നത്. രമേശിന്ന് ഇംഗ്ലീഷ് ഫുഡ്, സ്റ്റാർട്ടേഴ്സാണത്, ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ്. ഇതിപ്പോൾ പോഹയൊക്കെ എടുത്തു ഞാൻ. എങ്ങനെയുണ്ട്? ഫ്രഞ്ച് ഫ്രൈസ് നല്ലതാ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലിപ്പം നോക്കിയാൽ ഇങ്ങനെയാണ് അല്ലേ? നല്ല കട്ടിയുള്ള പാലാണ്. വെള്ളം ചേർക്കില്ല. അതൊന്നിലും വെള്ളം ചേർക്കില്ല, എല്ലാം പ്യുവറാണ്. അതാണ് കോഫിക്കൊക്കെ ഇത്ര കയ്പ്പ്. കോഫിയൊക്കെ ഇങ്ങനെ കോഫി പൗഡർ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതുപോലെ ആക്കിയിട്ട് കുഴമ്പ് പോലെ പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കോഫിയുടെ ഇതൊക്കെ. പക്ഷേ ഇത് ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മിൽക്ക് സെപ്പറേറ്റ് അവർ വെച്ചിരിക്കുക, അതായത് ടീ ബാഗ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയുണ്ട് 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്? സൂപ്പറായിരുന്നില്ലേ? അപ്പോൾ ഈ റൂമിനോട് ടാറ്റ പറഞ്ഞ്, നല്ല റൂം, ഭയങ്കര മിസ്സിങ്. 2 ദിവസം ആയപ്പോൾ തന്നെ ഭയങ്കര മിസ്സിങ്. കുറേ നാളായതുപോലെ വന്നിട്ടല്ലേ, ഒത്തിരി സ്ഥലത്ത് പോയതുകൊണ്ട്. അതെ, ഒത്തിരി സ്ഥലത്ത് നമ്മൾ പോയില്ലേ, അതുകൊണ്ട് കുറേ നാളായതുകൊണ്ടുള്ള ഒരു ഫീലിങ്. പിന്നെന്താ, ഇപ്പം തന്നെ മിസ്സ് ചെയ്യാൻ തുടങ്ങി ഓരോ സ്ഥലത്തു നിന്ന് തിരിച്ചു പോകുമ്പോഴും. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്ഥലം ഇതിൽ നല്ലതായിരിക്കും. നമ്മൾ താമസിച്ച ഹോട്ടലിലെ ലോഞ്ചാണിത്, ലോബിയാണ്. വിയറ്റ്നാമിൻ്റെ അടുത്തുള്ള തനതായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇന്നലെ പോയ റെയിൽ സ്ട്രീറ്റിൻ്റെ വലിയൊരു പെയിൻറ്റിംഗ് ആണ്. ഒറിജിനൽ ക്യാൻവാസിലാണ് വെച്ചിരിക്കുന്നത്. അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ പ്രിൻ്റൊന്നുമല്ല, ഒറിജിനൽ ക്യാൻവാസ് ആണ്. ഓ വന്നു അല്ലേ? യെസ്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹനോയിലെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഹലോങ് ബേയിലേക്കാണ്. ക്രൂസിലാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ഓക്കെ അമ്മ, റെഡി? എങ്ങോട്ടാ നമ്മൾ പോകുന്നത് അപ്പോൾ? ഹലോങ് ബേ. യെസ്, ഹലോങ് ബേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളെങ്ങനെയാ? ഇഷ്ടല്ലേ? പിന്നെ ക്രൂസിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഇവിടെ 2 ദിവസം വന്നത് തന്നെ ഭയങ്കര ഇഷ്ടമായി. സ്ഥലങ്ങളാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, നല്ല
നല്ല ആൾക്കാര്. അമ്മ ക്രൂസ് ഉള്ള ഒരു മൂവി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ക്രൂസിൽ ഫുൾ മൂവി ഷൂട്ട് ചെയ്ത ഹിന്ദി. അനിൽ കപൂർ. യെസ് യെസ്. കപൂർ ഉണ്ട്. പിന്നെ നമ്മുടെ ജാവേദ് അക്തറിന്റെ മോന്റെ പേരെന്താ? ഫർഹാൻ അക്തർ. യെസ്. രൺവീർ സിംഗ് ഉണ്ടമ്മ. സോറി, രൺവീർ സിംഗ് ഒന്നും അത്രയ്ക്ക്. അയ്യോ, അതായിരുന്നു നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. പണ്ടേ അടിപൊളിയാണ് പുള്ളി. രൺവീർ സിംഗിനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പത്മാവത് തൊട്ടാണ്. മോസ്റ്റ്ലി ഇറങ്ങിയത് തൊട്ടാണ് ആക്ടിങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനത്തെ വലിയ ക്രൂസ് അല്ലെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് കുഞ്ഞു ക്രൂസ്. പക്ഷെ നമ്മൾ ക്രൂസ് നമ്മൾ അതിലാണല്ലോ കണ്ടിരിക്കണേ. ഫിലിമിന്റെ പേര് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ദിൽ ധഡക്നെ ദോ. നല്ല ഫിലിമായിരുന്നു. അപ്പൊക്ക് ഓർമ്മയുണ്ടോ കഥ? അവര് ഓരോ ഡെസ്റ്റിനേഷനിലും പോയി നിർത്തി അവിടെ കാഴ്ചയൊക്കെ കണ്ടു. അവരുടെ ഫാമിലിയുടെ ഇഷ്യൂസും. പ്രിയങ്ക ചോപ്ര. അതെ, പ്രിയങ്ക ചോപ്ര ആയിരുന്നു ഫർഹാൻ അക്തറിന്റെ പേര്. അതെ, അനുഷ്ക ശർമ്മ ഉണ്ടായിരുന്നു. അത് രൺവീർ സിംഗിന്റെ പേര്. അമ്മ രൺവീർ സിംഗിന്റെ സിസ്റ്റർ ആയിരുന്നു പ്രിയങ്ക ചോപ്ര. യെസ്. അപ്പൊ അതൊക്കെയാണ്. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ ഞങ്ങളൊരു പാലത്തിൽ കയറി. ഇവിടെ സ്കൂട്ടറിന് പോകാൻ സെപ്പറേറ്റ് റോഡാണ്. അപ്പുറത്തും അതെ, ആ സൈഡിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഒരു ബ്ലോക്ക് ഒന്നും ഇല്ല, സ്മൂത്ത് ആയിട്ട് പോകും. ഇവിടെ 2 വീലേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ? വെട്ടിച്ച് കയറിപ്പോ. നാലുണ്ട്, അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇത് തന്നെ 4 ലൈൻ. ഇത് 1 വേ തന്നെ 2 ലൈൻ. അപ്പുറത്ത് 2 ലൈൻ. പിന്നെ അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ലൈനും സ്കൂട്ടറിന് വേണ്ടിയിട്ട്. കണ്ടോ വില്ലാസ് കണ്ടോ, ഒരേപോലെ ഇരിക്കുന്നുണ്ടോ ബിൽഡിങ്സ്? എത്ര ബിൽഡിങ്സാ നോക്കിയേ, എത്ര നേരമായിന്ന് അറിയാൻ പറ്റും തുടങ്ങിയിട്ട്. എത്ര നേരമായി, എത്ര കിലോമീറ്റർ ഇത്? ഹലോ, ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തി. ഞങ്ങൾക്ക് ഗൈഡില്ലായിരുന്നു, ഡ്രൈവർ മാത്രമേ. ഡ്രൈവറിന് ഇംഗ്ലീഷ് അറിയില്ല. ഇവിടെ കൊണ്ട് നിർത്തി. ഞങ്ങൾ വിചാരിച്ചു ഹലോങ് ബേയിൽ എത്തിയെന്ന്. അപ്പം നിർത്തിയിട്ട് പുള്ളിയുടെ ഫോൺ എടുത്തിട്ട് 11:30 എന്ന് പറഞ്ഞു. ഇപ്പം മണി 10:30 ആണ്. 11:30 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹലോങ് ബേ ഇനി ക്രൂസിൽ കയറുന്ന 11:30 ആണെന്ന്. അപ്പോൾ വീണ്ടും ചോദിച്ചു ഹലോങ് ബേ ആണോ? നോ 11:30. എന്താ കാര്യം എന്നറിയോ? ഇവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ഒരു സ്പോട്ട് ഇങ്ങനെ ഒരു ലിഷർ ഇതിന് വേണ്ടിയിട്ട് നിർത്തുന്നതാണ്. കോഫി ഷോപ്പുള്ള സ്ഥലത്ത് നിർത്തി. നോക്കിയപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വന്ന് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഇവിടെ ഓരോ ഷോപ്സിലൊക്കെ ഷോപ്പിങ്ങോ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഇവർ നമ്മളെ ബാംബു ഇതിൻ്റെ കൊണ്ടുപോയില്ലേ, അതേപോലൊരു സ്ഥലമാണ്. ഓക്കെ, നിർത്തിയിട്ട് എന്നിട്ട് മൊബൈലിലെടുത്ത് കാണിച്ചു 11:30 എന്ന് കാണിച്ചു. ഓക്കെ ഞങ്ങളുടെ ഡ്രൈവർ വരെ അവിടെ തന്നെ നിൽക്കണം 11:30. നമ്മുടെ നാട്ടില് 800 കാറിനേക്കാളും പൊക്കമുണ്ട്. ബാ കോഫി കുടിക്കാം. ഇത് ഇപ്പോൾ ടീ ഓർഡർ ചെയ്തു, ജിഞ്ചർ ടീ, മിൽക്ക് ടീ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. വെറുതെ പാലാണ് തന്നിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ടീ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കിട്ടില്ല. ലാറ്റെ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എവിടെ പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് ലാറ്റെ. അത് മതിയെന്ന് ഞാൻ പറഞ്ഞത്. അത് കേൾക്കാതെ ടീ ഓർഡർ ചെയ്തിട്ട് പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന രമേഷ് പയ്യാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശശിയായി എനിക്ക് ലാറ്റെ കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫാമിംഗ് ആണെന്ന് തോന്നുന്നു. പേളിനാണ് പേര്. അപ്പോൾ ഇവിടെ ഫാം ചെയ്തിട്ട് ആ ഷെല്ലും സംഭവങ്ങളും എങ്ങനെയാണ് പേൾ ഉണ്ടാക്കണേ, പിന്നെ പേളിൻ്റെ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ പല ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട്. കുറേ മാലകളൊക്കെ ഉണ്ട് പേളിൻ്റെ. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഫുള്ളുള്ളൊരു ഫാമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒറിജിനൽ പേൾസ് ആണല്ലേ?
പേൾ എടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിനല്ലേ? വില എത്രയെന്നറിയാം. ഞാൻ ആദ്യം വിചാരിച്ചു BNBയിലാണ് പറയുന്നത്. നല്ല ഡോളറിലാണ്. $760. അപ്പോൾ ഏകദേശം ഒരു 80,000 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു. 1 ലാഖിനടുത്ത്. പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ. കഴിഞ്ഞു, പോവാം. 11:30 പുള്ളി വെയിറ്റ് ചെയ്യും അവിടെ. 11:05 കറക്റ്റാണ്. ഇത്രേ ഉള്ളൂ. നല്ലതല്ലേ? വൈറ്റ് ഫ്രെയിം എത്ര രൂപയാ നോക്കട്ടെ. ഓ എൻ്റെ അമ്മേ. അപ്പം നമ്മൾ വണ്ടി കയറി ഇനി ക്രൂസിൽ കയറാൻ വേണ്ടിയിട്ട് പോവാം അല്ലേ? Okay, for everyone. Okay. ഞങ്ങളങ്ങനെ ക്രൂസിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ബാഗൊക്കെ കൊണ്ടുപോയി സാധനമൊക്കെ തന്നു നമുക്ക്. നമ്മുടെ റൂം നമ്പർ എത്രയായിരുന്നു? 110. ഇവിടെ കുറേ പേരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഹായ്. അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ കയറിയിട്ടാണ്, ചെറിയ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ വലിയ ബോട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ഈ ചെറിയ ബോട്ടിൽ ആദ്യം നമ്മൾ കയറ്റിയിട്ട് ക്രൂസിലേക്ക് പോകും. ഇത്രയും പേരാണ് നമ്മുടെ ക്രൂസിലുള്ളത്. How Vietnamese cheers in our country? When I say 1, 2, 3, you say yo. Okay. Yo. And now, ladies and gentlemen, 1, 2, 3. Yo. My name is Daniel. In Vietnamese, my name is Duy. Yeah. If you got to hear about some information or you have any questions on that, let us know. ഫസ്റ്റ് റൗണ്ട് എടുത്തു. ഓക്കെ, പപ്പ കഴിച്ചു. ഇത് സൂപ്പ് വെജാണോ? വേണമെങ്കിൽ എടുത്തു.
അതെന്താ സംഭവം? അയ്യോ അതെടുക്കായിരുന്നല്ലേ. എങ്ങനെയുണ്ട്? ചോറും സോസും കൂടെ കഴിക്കാൻ പറ്റും. എന്നാലും എന്തല്ലേ ഗ്രേവി ഇല്ലാത്ത? ഈ സലാഡ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും അമ്മ. ഇഷ്ടംപോലെ സാലഡ് ഉണ്ട്, പിന്നെ അതിനകത്തുള്ള ഗ്രേവി ഒക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ടൊരു പരിപ്പും സാമ്പാറും ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. യോഗട്ട് ഉണ്ടാവും വിചാരിച്ചു, പക്ഷേ യോഗട്ട് ഇല്ല. യോഗട്ട് ഉണ്ടോ അറിയില്ല, കണ്ടില്ല, ഞാൻ നോക്കാം. പേടിയുണ്ട്. പെട്ടിയൊക്കെ ചുവന്നോണ്ട് പറഞ്ഞു പാവപ്പ. ഇവിടെ കിടക്കായിരുന്നു. എന്താ ഭംഗിയില്ലേ. ചോയ് ഹലോ, അടിപൊളിയല്ലേ? അല്ല ഈ ഹിൽസ് പോലെ ഈ ലൈംസ്റ്റോണിന്റെ ഹിൽസ് എത്ര ഒരുപാട്. ഇന്നലെ നമ്മൾ പോയതും അതിന്റെ ഇടയിൽ കൂടെ അല്ലേ? എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അത്ഭുതം. ഹലോ, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? സോ സ്വീറ്റ്. എന്താ നോക്കണേ? എന്താ? ഓ ഇവിടെ ഇവിടെ വിൽക്കാൻ വന്നിരിക്കുക. ആ ഓക്കെ. ഫോൺ താഴെ പോയാൽ താഴെ പോയിട്ട്. നൂഡിൽസ് എല്ലാം ഉണ്ട്. ഓ ബിസിനസ്. നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? നമുക്ക് തുറക്കാൻ പറ്റുമോ ഈ കീ കൊണ്ട്? മനസ്സിലായി. നല്ല റൂമാണല്ലേ? അപ്പൊ പെട്ടി കൊണ്ടുവരാമോ? 3 ബെഡ് ഉണ്ട്, വാഷ്റൂം ഉണ്ട്, ബാത്ത് ടബ് ഉണ്ട്. പുറത്തേക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ഓപ്പൺ ആണല്ലേ? ബാത്ത് ടബ് ഉണ്ട്. ഇവിടെ ബാത്ത് ടബിൽ കിടന്ന് പുറത്ത് കാഴ്ച കണ്ട് കുളിക്കാം. നല്ല റൂമാണല്ലേ? നമ്മൾ ഇവിടെ കിടക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ആ ഇതിലിട്ടിട്ട് കിടക്കാം. ഹായ്, ഹൗ ഇസ് യുവർ റൂം? ഹായ്. ആ സെയിം as ജർമ്മനി. ഓക്കെ 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 ബൈ ബൈ. ഓക്കെ ബൈ. റൂം കിട്ടി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ റെസ്റ്റ് ചെയ്യാൻ പോവാണ്. റൂം നല്ല റൂമാണ്. റൂമിനകത്തും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്താ ഭംഗി നോക്കൂ. എങ്ങനെയുണ്ട് റൂം? ഇഷ്ടായോ? ഇത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, കാഴ്ച കണ്ടിരിക്കാം. ഇത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാം. എന്താ ഫോട്ടോ വേണോ എടുക്കണ്ടേ? എങ്ങനെ ഫോട്ടോ എടുക്കട്ടെ? വാഷ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത്ര വലിപ്പമുണ്ട് വാഷ്റൂം. ഇനി ഈ ഡോറ് ഫുൾ ഗ്ലാസ്സാണ്, മിററാണ്. ഡോറ് അടയ്ക്കുമ്പോൾ ഫുൾ മിററ്. പിന്നെ ഇത് ബാത്ത് ടബ്. ഇവിടെ കുളിക്കാം. ഞങ്ങൾ കയാക്കിങ്ങും സ്വിമ്മിങ്ങും ചെയ്യുന്നില്ല.
അപ്പോൾ സ്പീഡ് ബോട്ടിലൊന്ന് പോവുകയാണ്, ഒരു കറക്കം കറങ്ങി വരാമെന്ന് വിചാരിച്ചു. സ്പീഡ് ബോട്ടിൽ ശ്രേ പോവാ. Tôi bắt 300 luôn cho này cho em này 2 năm và anh bỏ 3 chục anh này 200. Hey. Bằng 270 này. Đây nó đọc kỹ rồi. അടിപൊളിയായിരുന്നു അല്ലേ? അയ്യോ അയ്യോ ഫോട്ടോ എടുക്കാൻ പറയുന്നു. ഓക്കെ, മറ്റേ സിനിമയിൽ ചില്ലിങ്ങറ്റ് മൂകാംബിക എന്ന് പറയണ പോലെ ചില്ലിങ്ങറ്റ് വിയറ്റ്നാം. ഇങ്ങോട്ട് നോക്ക്, മാനത്തോട്ട് നോക്കി കിടക്കുക. അപ്പം പിന്നെ കുറെ ആൾക്കാർ അവിടെ ചില്ല് ചെയ്യുന്നു. കഴിച്ചു രമേശ് ഹായ്. ഷിപ്പ് തിരിഞ്ഞു തോന്നുന്നു അല്ലേ? നേരെ ഇങ്ങോട്ടേക്കാ. നമ്മളെക്കാളും അവർക്കാണ് ക്രേസ് ഫോട്ടോ എടുക്കാൻ, കുറച്ച് പ്രായം കൂടിയവർക്ക്. ഇപ്പം എന്താ പുള്ളി വന്ന് പറഞ്ഞ് കുക്കിംഗ് ക്ലാസ് ഉണ്ട്. ആഹാ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ? എന്താന്ന് ശ്രേയ സെലിബ്രിറ്റി ആയി. ശ്രേയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ക്യൂ നിൽക്കുക ഓരോരുത്തർ. ശ്രേയുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നു. Spring roll. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ പറഞ്ഞു. Have an access for shipping. And the second type of the spring roll that I would like to teach all of you here how രമേശ് ചേട്ടൻ to ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി. become എനിക്ക് വെജ് മതി. spring roll. കുറച്ച് റോളൊക്കെ 2 ബെഞ്ച്. യെസ്, അമ്മ പ്ലേറ്റ് എടുക്കുക. പുള്ളി പറഞ്ഞ എന്താ അറിയോ, വിയറ്റ്നാമിൽ ഈ ഒരു സ്പ്രിംഗ് റോള് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആ കുട്ടി കല്യാണം കഴിക്കാൻ റെഡിയാണ് ആയി എന്നുള്ളതാണ്. പുറത്ത് വരുന്നല്ലോ. ഇല്ലില്ല, മടക്കിക്കോ. ഓക്കെ, റെഡി. എൻ്റെ കുഞ്ഞിതായി പോയി. ആ, ഓക്കെ. രമേശൊന്നും ഉണ്ടാക്കിയ സാധനം രമേശൊന്നും ഒന്ന് കഴിച്ചു കാണിക്കൂ.
പിന്നെ ഉണ്ടാക്കിയ കുറച്ച് കഴിക്കാം. ഇതാണ് നൈറ്റ് വ്യൂ. ശരി, രാത്രിയായപ്പം ഇവിടെ വന്ന് കിടക്കുന്ന എല്ലാ ഷിപ്പിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കൂ. അവിടെ 2 എണ്ണം. ഡിന്നർ 7 മണിക്ക് സെർവ് ചെയ്യുന്ന അനൗൺസ്മെന്റ് വന്നു. കഴിക്കാൻ പോകും. ഇവിടെ എല്ലാവരും നേരത്തെ ഡിന്നർ കഴിച്ച് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് നാളെ രാവിലെ ഇങ്ങോട്ട് 6 മണിക്ക് 6:15 ബ്രേക്ക്ഫാസ്റ്റ്. നാളെ രാവിലെ 6 മണിക്കൊരു തായ്ചി ക്ലാസ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ 6:15 ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു 6:50 ആകുമ്പോൾ ബോട്ടിംഗ്, ബാമ്പു ബോട്ടിൽ പോയിട്ട് കേവിൽ എന്തോ പോകുമെന്ന് തോന്നുന്നു. എന്തോ സംഭവം. അത് കഴിഞ്ഞിട്ട് 9:30 പിന്നെയും 9:30 ചെക്കൗട്ട്, 10 മണിക്ക് ബ്രഞ്ച്. ചെക്കൗട്ട് കഴിഞ്ഞിട്ട് ബ്രഞ്ച് ഉണ്ടോ? അത്രയാണെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സൈഡ് പൊട്ടറ്റോ ഡിന്നർ വരാൻ വെയിറ്റ് ചെയ്യും. ഡിന്നർ വന്നിട്ടുണ്ട്. ഇതാണ്. എങ്ങനെയുണ്ട് രമേശൊന്നു? ഇതെന്താ പംകിൻ സൂപ്പ് അല്ലേ? താങ്ക് യു. ഇന്ത്യൻ കറി ഉണ്ടാക്കി തന്നിരിക്കുന്നവർ. ദാൽ ഫ്രൈ, ഇതെന്താ റോട്ടി, റോട്ടി, ദാൽ ഫ്രൈ, ബിരിയാണി, ഈശ്വര, പൊട്ടറ്റോ കറി, ചിക്കൻ കറി, ഇതെല്ലാം കൂടെ ഇങ്ങനെ കഴിക്കൂലേ? ആയിട്ട് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഗ്രേറ്റ്. തൊട്ട് ഹായ്, വേറെ കളർ. നെക്സ്റ്റ് ഹായ്. ഇതാണ് ഡെസേർട്ടായിട്ട് തന്നിരിക്കുന്നത്. ഇത് കാരമൽ പുഡിംഗ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ അമ്മയ്ക്ക് ഡെസേർട്ട് കേർഡ് പോലത്തെ എന്തൊരു സാധനം, യോഗേർട്ട് ആയിരിക്കും. വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട്. എങ്ങനെയുണ്ടപ്പാ? നല്ല ടേസ്റ്റാണ്. മധുരം കുറവാണ്. അപ്പൊ കുഴപ്പമില്ല. എഗ്ഗ് പോലും കഴിക്കില്ല. അതായിരിക്കും അമ്മയ്ക്ക് അത് തന്നെ. Ask all you here about your food. You want to know are you have a food dinner? Good dinner. യെസ്. Yeah. Very good. Your food good. യെസ്. ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ രാവിലെ ഇന്ന് ക്രൂസിൽ തന്നെയാണ് ഉറങ്ങിയത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം പുറത്തേക്ക് കണ്ട കാഴ്ചയാണ് ഇതാ. ആണ് ശ്രേയ അലാമൊക്കെ വെച്ച് എഴുന്നേൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ മേളിൽ പോകണം. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് രമേശൊന്നു? ഉറങ്ങിയോ നന്നായിട്ട്? രമേശൻ പുറത്ത് വരുന്ന ചായ കുടിക്കാൻ പോവാ? അപ്പുറത്ത് വേറെ ക്രൂസ് ഉണ്ടല്ലേ. വാവ്, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഈ ഷിപ്പ് കിടന്നത് കണ്ടോ? ഇന്നലെ കിടന്ന പൊസിഷനിലല്ല ഇപ്പൊ കിടക്കുന്നത്. തിരിഞ്ഞു, പതുക്കെ സ്ലോലി ഇങ്ങനെ തിരിയുന്നുണ്ട്. ചെറിയ വാട്ടറിന്റെ മൂവ്മെന്റ് അനുസരിച്ച്. ആരും എഴുന്നേറ്റിട്ട് അതെ എഴുന്നേറ്റില്ലോ മേളിലെല്ലാവരും. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ കുടിക്കുക?
ബോട്ട് മൂവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രേക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടിയല്ലോ, പാൻ കേക്ക്. ഇഷ്ടമായോ ബ്രേക്ക്ഫാസ്റ്റ്? ഇപ്പം നമ്മൾ ഒരു കേവിലാണ് പോകുന്നത്, ബാംബു ബോട്ടിലാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ നോർമലായിട്ട് ഒരു ബോട്ടിൽ കയറി ഇനി ഇവിടെ നിന്നായിരിക്കും പോകുന്നത്. ഇതിൽ പോകാൻ പോവാ ഇപ്പം അല്ലേ? ബാംബു ബോട്ട് അല്ല, അത് അവർ കയറട്ടെ ഫസ്റ്റ്. അവരുടെ ഫാമിലി, ഇവർ ഒരു ഫാമിലി, അവർ കയറട്ടെ. ദൈവാവ പോണു. ഞങ്ങളപ്പോൾ റൂമിലെത്തി തിരിച്ച് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി ഒരു 9:30 ചെക്കൗട്ട് പറഞ്ഞിരിക്കുക. സോ പാക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അല്ലേ അമ്മ? അതെ, TV പോലും വേണ്ട, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രസം. അങ്ങനെ ഞങ്ങളുടെ ക്രൂസിലെ യാത്ര അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. വിഷമാവുന്നു അല്ലേ രമേഷുന്നു? നന്നായിരുന്നു, മിസ് ചെയ്യും നമ്മൾ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് താഴെ ഇരിക്കുക. എന്താ അവിടെ ഇരിക്കുന്നേ? തീരാറായി അല്ലേ? ഇന്ന് നമ്മൾ പോയ ബാംബു ബോട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്പിങ്ങിൽ പോയ പോലത്തെ സ്ഥലത്ത് തന്നെയല്ലേ പോയത്? അതെ അതെ. ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ നല്ല 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 സ്ഥലങ്ങൾ. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയ്യോ നല്ല സ്ഥലമായിരുന്നല്ലോ എന്ന്, പിന്നെ അതിൽ നല്ല സ്ഥലം, പിന്നെ വീണ്ടും ഇത്. ഇനി നാളെയൊക്കെ എന്താണാവോ? നാളെ സൂപ്പറായിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബാണ ഹിൽസൊക്കെ നാളെയാണ് മെയിൻ. ദനാങ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ദേ അവിടെ ഷിപ്പ് ഒരെണ്ണം. എല്ലാ സ്ഥലത്തും ഉണ്ടോ ഓരോ ഷിപ്പ്? എന്തൊരു വലുതായിരിക്കുമല്ലേ. പോവാം. യെസ്, നമ്മൾ ചെക്കൗട്ട് ചെയ്തു. കീ കൊടുക്കണം ഇനി.
അപ്പോൾ ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തു. ഇനി ബ്രഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഡ്രോപ്പ് ചെയ്യും. ആണോ? ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എത്ര ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല. പറയണ്ടല്ലോ. വെജ് നൂഡിൽസ്, പിന്നെ വെജ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ കറി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് പൊട്ടറ്റോ ആയിരിക്കും. പിന്നെ ഇത് കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ട് എന്തോ ഒരു കറി. ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. ഇത്രയും ഷിപ്പുകൾ വെയിറ്റ് ചെയ്യാം. വീണ്ടും ഞങ്ങൾ വേറൊരു വേഷം കണ്ടോ. ഇവിടെ ഹാർബറിൽ എത്താറായപ്പം മഴ പെയ്തു. നമ്മളെ ക്രൂസിൽ നിന്ന് ഒരു ബോട്ടിലാണ് ഹാർബറിലേക്ക് എത്തിക്കുക. ഇവിടെ എത്താറായപ്പോൾ മഴ പെയ്തപ്പം ആ ഇറങ്ങിപ്പോകുന്ന അത്രയും നേരം പോലും മഴ നനയാതിരിക്കാനായിട്ട് അവരൊരു റെയിൻ കോട്ട് തന്നു എല്ലാവർക്കും. ഇത് നോക്കും, എല്ലാവരും റെയിൻ കോട്ട് ഇട്ടു. ഇത് കണ്ടു, എല്ലാവരും റെയിൻ കോട്ട് ഇട്ടാണ്. എല്ലാ കളേഴ്സും ഉണ്ട്, റെയിൻബോ കളേഴ്സ്. രമേശൊന്നു ശ്രേയ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ ക്രൂസിലെ സ്റ്റേ? ആണോ? മിസ് ചെയ്യുന്നില്ല? എങ്ങനെയുണ്ട്? സൂപ്പർ എക്സ്പീരിയൻസ്. അതെ, നല്ല. അതെ, റോഡിലിറങ്ങി കരയിൽ കയറിയപ്പോൾ ഒരു സുഖമില്ല. ഇനി അടുത്ത ദിവസം ഇനി വരുന്ന ഓരോ ദിവസവും ഇതുപോലെയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഡിപ്രഷൻ അടിക്കും. നമ്മുടെ തക്കുടുവിൻ്റെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 6 months ആയതിൻ്റെ സന്തോഷത്തിലാണ്. അവളിപ്പോൾ ഇരിക്കാൻ തുടങ്ങി, ഓരോ ആൾക്കാരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. വീഡിയോ ഇവിടെ കാണിച്ചു. അതാണ്. അയ്യോ, ശബ്ദം കണ്ടോ? ശ്രദ്ധ വീഡിയോ ഇട്ടില്ലേ? ശ്രദ്ധ ഒരു അഭിയാണോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ? പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള അവളുടെ ശബ്ദം, അവളും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പാടും. ഇനി അടുത്ത എങ്ങോട്ടാ? അടുത്തത് നമ്മളിപ്പോ ഇനി എയർപോർട്ടിലേക്ക് പോകുന്നു. ദനാങ്ങിലേക്ക് പോകാം. ഇപ്പൊ ഹനോയ് എയർപോർട്ടിൽ പോകുന്നു. അവിടെ നിന്ന് നമ്മള് രാത്രിയാവും തോന്നുന്നു എത്താൻ. രാത്രിയാവും, വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. രാത്രിയാവും എത്താൻ. അപ്പൊ ഇനി ഹനോയ് എയർപോർട്ടിൽ നാളെ രാവിലെ എയർപോർട്ടിൽ എത്തിയിട്ട് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ. നല്ല നല്ല ബിൽഡിങ്സ് ആണ് കേട്ടോ ഇവിടെ. കണ്ടിട്ട് പേടിയാവണോ അല്ലേ? ഇത്രയും അത് ഹൈറ്റില് വെച്ച് ഉണ്ടാക്കിയതായിരിക്കാം. എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന വഴിയിൽ നമ്മളെ വീണ്ടും ഇവിടെ ഒരു റെസ്റ്റ് വാമപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ഇറക്കി. എന്ന് വെച്ചാൽ റെസ്റ്റ് റൂംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് വേണമെങ്കിൽ വാഷ്റൂമിലൊക്കെ ഒന്ന് പോവാം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇറക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ ഇറക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ? ഞങ്ങളങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിപ്പം ഇനി എയർപോർട്ടിൽ പോവാം. ഇദ്ദേഹമായിരുന്നു ഞങ്ങളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയത്. താങ്ക് യു സോ മച്ച്. ഞങ്ങളങ്ങനെ ഹനോയ് എയർപോർട്ടിലെത്തി. ദനാങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് വൈകുന്നേരമാണ്.
2 hours മുമ്പ് മാത്രമാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1 hour നേരത്തെ ഞങ്ങൾ എത്തി, 3 hours നേരത്തെ എത്തി. 1 മണിക്കൂറും കൂടെ നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ശ്രേയ ഓർഡർ ചെയ്തു. ശ്രേയ ഇവിടെ മറ്റേ ഡോറുണ്ട് മേളിൽ കൂടെ, സിംഗപ്പൂർ പോലെ മേളിൽ കൂടെ എന്താ അത് വാട്ടർഫോൾ വീഴുന്ന ഡോർ, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണം. ഒരു സംഭവം വരുന്നത് ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ റീലിലിടാം കേട്ടോ, നിങ്ങൾക്കറിയായിരിക്കും. ഒരു വാട്ടർഫോളില്ലേ, ആ ഡോറാണിത്. ആ വാട്ടർഫോൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കും. ശ്രേയ ഇവിടെ എന്തോ ഇവിടുത്തെ ഫുഡ് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ, കരിക്കിന്ന് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. ഈ സംഭവം തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല സോഫ്റ്റ്. എങ്ങനെയുണ്ട്? എന്തോ ഒരു സാധനം അകത്ത് ഇങ്ങനെ കൊഴുക്കട്ട പോലെ അല്ലേ? ഇവരുടെ വിയറ്റ്നാമിലെ ഫുഡാന്ന് തോന്നുന്നു. ഇഷ്ടമായോ? അധികം മധുരം ഇല്ല അല്ലേ? മധുരം കുറവാണ്, തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ്. ഇത് പല കളേഴ്സിലുണ്ട്, പല കളേഴ്സിൽ. തേങ്ങാക്കൊത്ത് നന്നായിട്ട് എന്തോ ഒരു പ്രോസസ് ചെയ്തിട്ട് അതിന് നടുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പീച്ച് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉണ്ട്. ജാപ്പനീസ് റൈസ് കേക്ക്. ഇതിൻ്റെ പേര് ജാപ്പനീസ് റൈസ് കേക്കാണ്. അതെയോ? അപ്പോൾ ഇത് റൈസാ. അവസാനം ബോർഡിങ് തുടങ്ങി. 2 മണിക്കൂർ ലേറ്റാണ്. ജെറ്റിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ജെറ്റ് ഭയങ്കര ലേറ്റാണെന്ന്. അതേപോലെ തന്നെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് 9 മണിക്കാണ് കയറിയിരുന്നത്. ഇനിയിപ്പം ടേക്ക് ഓഫ് ചെയ്യുന്ന അറിയില്ല. ഇന്നിനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ രാവിലത്തെ ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജെറ്റ് എടുക്കാം. എന്തായാലും ഇപ്പോഴും ആൾക്കാർ കയറുവാണത്. പുറകെ എത്ര സ്ഥലമുണ്ടെന്ന് കാണിച്ച് എയർപോർട്ടിൽ ലാൻഡ് പറഞ്ഞേ.